+2 ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയാസിന് ഊന്നൽ നൽകിക്കൊണ്ട് 10 വീഡിയോസ് കൊണ്ട് +2 ഫിസിക്സ് പൂർണ്ണമായും തീർക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായി പഠിക്കുക. എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിന് 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി. ബാക്കിയുള്ള വീഡിയോസും കാണണം. ബിലീവ് മീ, യു വിൽ ഗെറ്റ് A+ ആൻഡ് ഫുൾ സ്കോർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ചാപ്റ്ററുകളെ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററും ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും. അതിലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ എർത്തിൻ്റെ മാഗ്നറ്റിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ആദ്യം തുടങ്ങാം. ആ ടോപ്പിക്ക് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചർച്ച ചെയ്യാം. ഇതൊരു മാഗ്നറ്റ് ആണെന്ന് സങ്കല്പിക്കുക. ഈ മാഗ്നറ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു നൂലിൽ കെട്ടി ഇങ്ങനെ പിടിക്കുക. അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു മാഗ്നറ്റ് കൊടുത്തിട്ട് ക്ലാസ്സിൽ 10 സ്ഥലങ്ങളിൽ നിർത്തുക എന്നിരിക്കട്ടെ. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ മാഗ്നറ്റും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നത് കാണാം. എന്തായിരിക്കും കാരണം? കാരണം നിങ്ങളെല്ലാവരും മാഗ്നറ്റ് പിടിച്ചിരിക്കുന്നത് എർത്തിൻ്റെ മുകളിലാണ്. എർത്ത് ഇറ്റ് സെൽഫ് ഈസ് എ വെരി ബിഗ് മാഗ്നറ്റ്. അപ്പോൾ ആ എർത്ത് എന്ന മാഗ്നറ്റ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റിനെ അലൈൻ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. ഇത് എർത്താന്നിരിക്കട്ടെ, ഓക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ മാഗ്നറ്റ് പിടിച്ചു. ഇത് നിങ്ങളുടെ സസ്പെൻഡഡ് മാഗ്നറ്റാണ്. ആ മാഗ്നറ്റിൻ്റെ നോർത്ത് ഭാഗം എവിടെയും സൗത്ത് ഭാഗം എവിടെയുമാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ജോഗ്രാഫിക് നോർത്തും ജോഗ്രാഫിക് സൗത്തും. ഇനി നിങ്ങൾക്കറിയാം, ഒരു മാഗ്നറ്റിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ആ മാഗ്നറ്റ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ നോർത്ത് ഭാഗം ഇവിടേക്ക് തന്നെ നിൽക്കാനുള്ള കാരണം എന്താ? അതിൻ്റെ കാരണം എർത്ത് എന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് ഈ ഭാഗത്തും നോർത്ത് പോള് ഈ ഭാഗത്തുമാണുള്ളത്, അല്ലേ? അപ്പോൾ അതും കൂടെ ഞാൻ മാർക്ക് ചെയ്യാണ്. സൗത്ത് മാഗ്നറ്റിക്, നോർത്ത് മാഗ്നറ്റിക്. ഈ നോർത്ത് സൗത്ത് എഴുതുന്നത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എർത്ത് ഒരു വലിയ മാഗ്നറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. അതിനൊരു ഉദാഹരണത്തിന് നിങ്ങളൊരു തണ്ണിമത്തൻ സങ്കല്പിക്കുക. എങ്ങനെ ഈ കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതതിൻ്റെ ഞെട്ടുള്ള ഭാഗമാതിരിക്കട്ടെ, ഇതതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും. അപ്പോൾ ഇതിനെ ഒരു ഭാഗത്തെ നമ്മൾ നോർത്ത് ജോഗ്രാഫിക് എന്നും ഇതിനെ സൗത്ത് ജോഗ്രാഫിക് എന്നും എടുക്കുന്നു. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഈർക്കിൾ ഇങ്ങനെ കടത്തി വിടുക. ഇതാണ് അതിൻ്റെ ജോഗ്രാഫിക് ആക്സിസ്. അപ്പോൾ ജോഗ്രാഫിക് ആക്സിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ജോഗ്രാഫിക് ആക്സിസ് ഓഫ് എർത്ത് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് കണ്ടെയ്ൻസ് ജോഗ്രാഫിക് നോർത്ത് ആൻഡ് ജോഗ്രാഫിക് സൗത്ത്. നിങ്ങൾ ഈ ഡെഫിനിഷൻസ് അപ്പം തന്നെ പഠിക്കണം, അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഗസ് വാട്ട് ഈസ് മാഗ്നറ്റിക് ആക്സിസ്. മാഗ്നറ്റിക് ആക്സിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ that contains magnetic north and magnetic south. അപ്പോൾ ഇവിടെ ഞാനത് വരയ്ക്കുകയാണ്. സൗത്ത് മാഗ്നറ്റിക്, നോർത്ത് മാഗ്നറ്റിക്, ദിസ് ഈസ് ദറ്റ് ലൈൻ. ഓക്കെ. ഈ ആക്സിസുകൾ തമ്മിൽ 11.3 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഇവയുള്ളതെന്നാണ് നമ്മളുടെ സങ്കല്പം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി, ആക്സിസുകൾ മനസ്സിലായില്ലേ? ഇനി അടുത്ത കാര്യം പഠിക്കാനുള്ളത് ജോഗ്രാഫിക് മെറിഡിയൻ ആണ്. എന്താണ് ജോഗ്രാഫിക് മെറിഡിയൻ? ജോഗ്രാഫിക് മെറിഡിയൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെയാണ് ഡെഫിനിഷൻ. ജോഗ്രാഫിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഈസ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ഗിവൺ പ്ലേസ് ആൻഡ് ദ ജോഗ്രാഫിക് ആക്സിസ്. ഈ തണ്ണിമത്തൻ്റെ ഉദാഹരണത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എർത്തിൻ്റെ മുകളിൽ ഒരു സ്ഥലം ഇങ്ങനെ സങ്കല്പിക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിങ്ങളൊരു വീതി കൂടിയ തണ്ണിമത്തം മുറിക്കുന്ന കത്തി കണ്ടിട്ടില്ലേ? വീതി കൂടിയ കത്തി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജ് നേരെ പോയിട്ട് ജോഗ്രാഫിക് ആക്സിസിൻ്റെ മേലേക്ക് നിൽക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു തരത്തിൽ മാത്രമേ ആ തണ്ണിമത്തൻ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂ, അല്ലേ? ആ പ്ലെയിനിനെയാണ് നമ്മൾ ജോഗ്രാഫിക് മെറിഡിയൻ എന്ന് പറയുക. ജോഗ്രാഫിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഈസ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദാറ്റ് പ്ലേസ് ആൻഡ് ദ ജോഗ്രാഫിക് ആക്സിസ്. നമ്മൾ അറ്റ് എ പ്ലേസ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും?
ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതേപോലെയാണ് നിങ്ങൾക്ക് മാഗ്നറ്റിക് മെറിഡിയനും സങ്കല്പിക്കുക അല്ലേ. മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? മാഗ്നറ്റിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഈസ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദറ്റ് ഗിവൺ പ്ലേസ് ആൻഡ് ദ മാഗ്നറ്റിക് ആക്സിസ്. അപ്പോൾ ഓരോ സ്ഥലത്തും എർത്തിൻ്റെ സർഫസിലെ ഓരോ സ്ഥലത്തും മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രാഫിക് മെറിഡിയനും വ്യത്യാസം ഉണ്ടാവും. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് സങ്കല്പിക്കുക. ഈസ്റ്റ് ഭാഗത്തേക്ക്, അതായത് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ഇടതേ കൈ ഉള്ളത് നോർത്ത് ഭാഗത്തേക്കായിരിക്കും, വലതേ കൈ ഉള്ളത് സൗത്ത് ഭാഗത്തേക്കായിരിക്കും അല്ലേ. ജോഗ്രാഫിക് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജോഗ്രാഫിക് നോർത്ത്, ജോഗ്രാഫിക് സൗത്ത്, ഈസ്റ്റ്, പുറകിൽ വെസ്റ്റ്. ഇപ്പോൾ ഞാനിങ്ങനെ കൈ വീശുന്ന ഈ പ്ലെയിനില്ലേ, ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ജോഗ്രാഫിക് മെറിഡിയൻ. ആശയം മനസ്സിലായോ? മാഗ്നറ്റിക് മെറിഡിയൻ അല്പം കൂടെ തിരിഞ്ഞിട്ട്, അപ്പോൾ ഇത് ജോഗ്രാഫിക് മെറിഡിയനാണ്. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഇങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്ഥലത്തെ ജോഗ്രാഫിക് മെറിഡിയനിൽ നിന്ന് മാഗ്നറ്റിക് മെറിഡിയനിലേക്ക് വരാൻ നിങ്ങൾ തിരിയണമല്ലോ. എത്ര ഡിഗ്രിയാണോ തിരിയേണ്ടത് ആ ആംഗിളിനെ നമ്മൾ ഡെക്ലിനേഷൻ ആംഗിൾ എന്നാണ് വിളിക്കുക. സോ ഡെക്ലിനേഷൻ ആംഗിൾ അറ്റ് എ പ്ലേസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രാഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. സേ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്തെ ഡെക്ലിനേഷൻ ആംഗിൾ 5 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ജോഗ്രാഫിക് മെറിഡിയനാണ്. ഇത് ജോഗ്രാഫിക് കോർഡിനേറ്റ്സ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്ലെയിനിൽ നിന്ന് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പ്ലെയിനിലേക്ക് വരാൻ, അതായത് മാഗ്നറ്റിക് മെറിഡിയനിലേക്ക് വരാൻ നിങ്ങൾ 5 ഡിഗ്രി തിരിയണം. അപ്പോൾ 5 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എവിടെ എത്തി? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള പ്ലെയിനിൽ എത്തി. ആശയം മനസ്സിലായോ? ഇനി എർത്ത് മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. എർത്ത് മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് എന്നല്ല, ഏത് മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇവിടെയാണുള്ളത്, സൗത്ത് പോൾ ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ വരച്ചത് സിമെട്രിക് ആയോ? വലിയ കുഴപ്പമില്ല. അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ. ഇനി ഇതിനകത്ത് അടുത്ത കാര്യം നമ്മൾ അറിയേണ്ടത് ഇക്വേറ്ററാണ്. ജോഗ്രാഫിക് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ജോഗ്രാഫിക് ഇക്വേറ്റർ. ജോഗ്രാഫിക് ഇക്വേറ്ററിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ആ ജോഗ്രാഫിക് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ജോഗ്രാഫിക് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുക. 2 ഈക്വൽ ഹെമിസ്ഫിയർ ആയിട്ട് കട്ട് ചെയ്യുന്ന ആ ലൈനെയാണ് നമ്മൾ എന്താ പറയുക? ജോഗ്രാഫിക് ഇക്വേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഇക്വേറ്റർ മനസ്സിലാവും. മാഗ്നറ്റിക് ഇക്വേറ്റർ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ജോഗ്രാഫിക് ഇക്വേറ്റർ ഉണ്ട്, മാഗ്നറ്റിക് ഇക്വേറ്റർ ഉണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഏതൊക്കെയാണ്? ജോഗ്രാഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ്, ജോഗ്രാഫിക് മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ. അതിൻ്റെ കൂടെ 2 കാര്യങ്ങൾ കൂടെ ഓർത്തിരിക്കണം: ജോഗ്രാഫിക് ഇക്വേറ്റർ ആൻഡ് മാഗ്നറ്റിക് ഇക്വേറ്റർ. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെക്ലിനേഷൻ ആംഗിൾ നമ്മൾ പഠിച്ചു. എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എർത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവിടെയുള്ള എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് അല്ലേ. ഇതാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ഹൊറിസോണ്ടൽ. അപ്പോൾ 2 ഹൊറിസോണ്ടൽ ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് വരച്ചേക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഹൊറിസോണ്ടലിൽ നിന്നും നോക്കിക്കേ ഇത്രയും ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ ഇൻക്ലിനേഷൻ ആംഗിൾ അല്ലെങ്കിൽ ഡിപ്പ് ആംഗിൾ എന്നാണ് വിളിക്കുക. എന്താണ്? ഇൻക്ലിനേഷൻ ആംഗിൾ അല്ലെങ്കിൽ ഡിപ്പ് ആംഗിൾ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഉണ്ടാകും, ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഉണ്ടാകും. ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റിനെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് BH എന്നും ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റിനെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് BV എന്നാണ് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് ഡെക്ലിനേഷൻ ആംഗിൾ,
2 ഇൻക്ലിനേഷൻ ആംഗിൾ, 3 BH അല്ലെങ്കിൽ BV. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയാം. അപ്പോൾ ഇൻക്ലിനേഷൻ ആംഗിളിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻക്ലിനേഷൻ ആംഗിൾ അറ്റ് എ പ്ലേസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ്. ആ സ്ഥലത്ത് ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര ചെരിഞ്ഞിട്ടാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ഇൻക്ലിനേഷൻ ആംഗിൾ പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്പ് ആംഗിൾ പറയുന്നത്. ഇനി BH എന്ന് പറഞ്ഞാലോ, ഓരോ സ്ഥലത്തുമുള്ള എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ BH എന്ന് പറയുക. സോ BH അറ്റ് എ പ്ലേസ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ്. അപ്പോൾ ശരിക്കും എന്തിനാണ് ഈ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഇത് ജോഗ്രഫിക് മെറിഡിയനാണ്, ഈ പ്ലെയിന്. ഡെക്ലിനേഷൻ ആംഗിൾ പറയുമ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിൽ നിന്നും എത്ര ചെരിഞ്ഞുള്ള പ്ലെയിനിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പ്ലെയിനിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഡെക്ലിനേഷൻ ആംഗിൾ ഇപ്പോൾ 5 ആണെങ്കിൽ 5 ഡിഗ്രി തിരിഞ്ഞിങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇപ്പം മാഗ്നറ്റിക് മെറിഡിയനിലാണ് എൻ്റെ കൈ ഞാൻ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനായിട്ട് എൻ്റെ കൈ ഇങ്ങനെ സങ്കല്പിക്കാതിരിക്കട്ടെ. ഇപ്പം ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഇതിൽ നിന്ന് ഒരു നിശ്ചിത ആംഗിൾ, ഉദാഹരണത്തിന് ഒരു 10 ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാവുക, ഇവിടുന്ന് 2 ഇങ്ങനെ 10 ഡിഗ്രി ചെരിക്കണം. ഈ 10 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായി, അത് ഇൻക്ലിനേഷൻ ആംഗിളാണ്. അതായത് ഡെക്ലിനേഷൻ ആംഗിളും ഇൻക്ലിനേഷൻ ആംഗിളും കൂടെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് പ്ലെയിനിലാണ് എത്ര ചെരിഞ്ഞിട്ടാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അതിൻ്റെ ശക്തി നമുക്ക് വേണം. അതിൻ്റെ ശക്തി തരാൻ വേണ്ടിയിട്ടാണ് BH പറഞ്ഞേക്കുന്നത്. അപ്പോൾ BH അറിയാമെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക, ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണല്ലോ ഇത്. സോ യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി റൈറ്റ് B cos I എന്ന് എഴുതാം. അതേപോലെ BV = B sin I എന്ന് എഴുതാം. അപ്പോൾ ഒന്നുകിൽ BV അല്ലെ BH, ഏതെങ്കിലും ഒന്നറിയാമെങ്കിൽ ഇൻക്ലിനേഷൻ ആംഗിളും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബിയുടെ അളവ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻക്ലിനേഷൻ ആംഗിൾ പറയുന്നത്. ഇനി ഇൻക്ലിനേഷൻ ആംഗിളിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി രസകരമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്ക്, നിങ്ങളൊരു കോമ്പസ് നീഡിൽ സങ്കല്പിക്കുക. എല്ലാവരും കോമ്പസ് കണ്ടിട്ടില്ലേ? ആ കോമ്പസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ 10 കോമ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ ഡയറക്ഷനിലാണ് നിൽക്കുക. ഏത് സ്ഥലത്ത്, ഇപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്ന കോമ്പസ് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. മനസ്സിലായോ? ഈ പ്ലെയിനാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഉള്ളത്. ഓക്കെ, കാരണം BH ആണ് ഒരു മാഗ്നറ്റിക് കോമ്പസിനെ അലൈൻ ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോമ്പസിനെ നിങ്ങൾ ഇപ്പോൾ കോമ്പസിന് ശരിക്കും ഇങ്ങനെയാണ് കറങ്ങാൻ പറ്റുക. ഈ മാഗ്നറ്റിക് നീഡിനെ നിങ്ങൾ തിരിച്ച് ഇങ്ങനെ വെക്കുക, സോ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ കറങ്ങാവുന്ന രീതിയിൽ വെക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ നിങ്ങൾ ഈ നീഡിലിനെ എർത്തിൻ്റെ ഈ പോളിൽ വെച്ചാൽ എന്താ സംഭവിക്കുക, ആ നീഡിൽ ഇങ്ങനെ നിൽക്കും അല്ലേ? എവിടെയെങ്കിലും നിങ്ങളൊരു ആരോ കാണിച്ചിട്ട് അത് നോർത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ നോർത്ത് ഇങ്ങനെയായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. ഈ പച്ച നോർത്താണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ ആ നീഡിലിനെ ഉരുട്ടി വിടുക. എർത്തിൻ്റെ ഈ മാഗ്നറ്റിക് സൗത്തിൽ നിന്ന് അങ്ങോട്ട് ഉരുട്ടി വിടുക എന്നിരിക്കട്ടെ. അപ്പോൾ അത് ഉരുണ്ട് ഇവിടം വരെ വരും അല്ലേ? അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലിൽ നിന്ന് 90 ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പോളിൽ ഇവിടെയുള്ള ഇൻക്ലിനേഷൻ ആംഗിൾ, അതായത് ഹൊറിസോണ്ടലുമായി ഈ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ, അല്ലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇൻക്ലിനേഷൻ ആംഗിൾ അറ്റ് ദ പോൾസ്, ബോത്ത് ദ പോൾസ് അങ്ങനെ ആയിരിക്കും. ഈ പോളിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക, തിരിച്ച് ഇങ്ങനെ ആയിരിക്കും അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നീഡിലിനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉരുട്ടി വിടുകയാണെങ്കിൽ ദിസ് വിൽ സെർവ് ആസ് എ ഡിപ്പ് മീറ്റർ. ഓരോ സ്ഥലത്തിലെയും ഡിപ്പ് അനുസരിച്ച് ഇതിങ്ങനെ ചരിഞ്ഞിരിക്കും. നോക്കിക്കേ, ഇവിടെയാണ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കും, ഇവിടെയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ചരിഞ്ഞിരിക്കും, ഇവിടെയാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. ഇക്വേറ്ററിൽ വരുമ്പോൾ ശരിക്കും പാരലലായിട്ട് നിൽക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങനെ ചരിഞ്ഞിരിക്കും.
ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിരിക്കും, തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ആശയം മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡിപ്പ് ആംഗിൾ ഈസ് 90 ഡിഗ്രി അറ്റ് ദ പോൾസ് ആൻഡ് 0 ഡിഗ്രി അറ്റ് ദ ഇക്വേറ്റർ. അതിൽ നിന്ന് അടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ബി എച്ച് ഈസ് മാക്സിമം അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് 0 അറ്റ് ദ പോൾസ്. ആലോചിച്ച് മനസ്സിലാക്കണേ അത്. അപ്പോൾ ഈ ഡെക്ലിനേഷൻ, ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തുള്ള എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ ചേർത്ത് നമ്മൾ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും കൃത്യമായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് ഇതെല്ലാം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സംശയമില്ലാത്ത രീതിയിൽ ഇതെല്ലാം പഠിച്ചു വയ്ക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുക. അത് ഈ ചിത്രത്തിൽ ഈ ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഈ ഭാഗം സദേൺ ഹെമിസ്ഫിയർ എന്നും അറിയപ്പെടുക. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയാൻ കാരണം ജോഗ്രാഫിക് നോർത്ത് അവിടെ ഉള്ളത് കൊണ്ടും ഇത് സദേൺ ആകുന്നത് ജോഗ്രാഫിക് സൗത്ത് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മാഗ്നറ്റിക് സൗത്ത് ഇവിടെയുണ്ട്, മാഗ്നറ്റിക് നോർത്ത് ഇവിടെയുമുണ്ട്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ, അതുകൊണ്ട് ഈ മാഗ്നറ്റിക് സൗത്തിനെ ഇവിടെ വരയ്ക്കുന്നതിന് പകരം ചിത്രങ്ങളിലെല്ലാം മാഗ്നറ്റിക് സൗത്തിനെ ഇവിടെയാണ് കാണിക്കുക. അതായത് നോർത്ത് അങ്ങോട്ടാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ഇപ്പോൾ മാഗ്നറ്റിക് സൗത്ത് ഉള്ളത് ജോഗ്രാഫിക് നോർത്തിലാണല്ലോ, അതായത് സൗത്ത് ഉള്ളത് നോർത്തിലാണെന്ന് പറയുന്ന ഒരു കുഴപ്പമുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇതിനെ കൂടെ നോർത്ത് എന്നങ്ങ് വിളിക്കും. ബുക്കിലൊക്കെ അങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ബുക്കിൽ ഇതല്ല, ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക, ഇത് നോർത്ത് മാഗ്നറ്റിക് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ഇതിന് പകരം സൗത്ത് മാഗ്നറ്റിക് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ആൻഡ് ജോഗ്രാഫിക് നോർത്ത് അവിടെയായി, മാഗ്നറ്റിക് ആൻഡ് ജോഗ്രാഫിക് സൗത്ത് ഇവിടെയുമായി. ആ കൺഫ്യൂഷൻ തീർന്നിട്ടുണ്ട്. പക്ഷേ വരയ്ക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇത് കണ്ടോ, മാഗ്നറ്റിക് നോർത്തിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുക. സാധാരണ അങ്ങനെയല്ല. ഈ ഒരു കാര്യം എർത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ആവശ്യം വന്നാൽ എഴുതുകയും ചെയ്യണം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം മറ്റേ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾക്കൊരു കറണ്ട് ഒഴുകുന്ന കമ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ശ്രദ്ധിക്കണേ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് തരുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഇല്ല. അതായത് പോൾസ് ഇല്ലാതെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും ഒരു വയർ എന്ന് പറയുന്നത്, അല്ലെ കറണ്ട് ക്യാരിയിങ് വയർ. എന്നാൽ നിങ്ങൾ ഇതിനെ ഒരു കോയിലാക്കി എന്നിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്ന്. അപ്പോൾ ഇത് ഡൈപോളായി, ഇതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും, ഇതൊരു മാഗ്നറ്റ് പോലെ തന്നെ പ്രവർത്തിക്കും. ഓക്കെ, നിങ്ങളതിനൊരു സോളിനോയിഡാക്കി മാറ്റുകയാണെങ്കിൽ ശരിക്കും ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെയാണ് അതുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങളൊരു കോയിൽ ഇങ്ങനെ എടുത്തു എന്നിരിക്കട്ടെ, അതിനെ ബാറ്ററി കണക്ട് ചെയ്തു, ഇപ്പോൾ കറണ്ട് ഒഴുകാൻ തുടങ്ങി. കറണ്ട് ഇങ്ങനെയാണല്ലോ ഒഴുകുക അല്ലേ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകുന്നത് തോന്നും. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ നോക്കിയാൽ കറണ്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും ഇങ്ങനെ. ഇനി മറ്റേ സൈഡിൽ പോയി നോക്കിയാലോ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയോ, ഒരു കോയിലിലൂടെ ഇങ്ങനെയുള്ള ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണോ കറണ്ട് ക്ലോക്ക് വൈസായി പോകുന്നത് ആ ഭാഗം ആ കോയിലിൻ്റെ സൗത്ത് പോളും, ഏത് ഭാഗത്തു നിന്ന് നോക്കുമ്പോഴാണോ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസായി പോകുന്നത് അത് ആ കോയിൽ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു സോളിനോയിഡ് ഇങ്ങനെ എടുത്തു വന്നിരിക്കട്ടെ, ഈ സോളിനോയിഡ് എടുത്തിട്ട് അതിനകത്തോടെ കറണ്ട് കടത്തി വിടുക. കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പോയിട്ട് കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഇത് സൗത്ത് പോളായിരിക്കും, ഇത് നോർത്ത് പോളായിരിക്കും റെഗുലറായിട്ട് നിങ്ങൾ വൈൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധിക്കണം, അപ്പോൾ ഇതൊരു മാഗ്നറ്റായി. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ് പോലെ നിങ്ങൾക്ക് ഈ സോളിനോയിഡിനെ ഉപയോഗിക്കാം. അറിയേണ്ട കാര്യം അതിനകത്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്നുള്ള കാര്യമാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ. അപ്പോൾ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വരയ്ക്കേണ്ടത്.
മാഗ്നറ്റിൻ്റെ പുറത്ത്, എന്നിട്ടോ അകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേ ആർ ക്ലോസ്ഡ് ലൂപ്സ് എന്നുള്ളതാണ്. ഇനി വേറൊരു ലൈൻ ഞാനിങ്ങനെ വരയ്ക്കാം. നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിൻ്റെ പുറത്ത്, സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും മാഗ്നറ്റിൻ്റെ അകത്ത്. ഓക്കെ, ബാക്കി ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് ഇവിടെയും. അവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ടാൻജൻറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ടാൻജൻറ്റ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാം ശരി തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം കൂടിയുണ്ട്. അവിടെ നമുക്ക് ഗോസ് തിയറം ഉണ്ടായിരുന്നില്ലേ? ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നില്ലേ? അതേപോലെ നിങ്ങൾ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിക്കുക എന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അകത്തേക്ക് കയറുന്ന എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളും പുറത്തേക്ക് പോകും. കാരണം എവിടെയും ബ്രേക്ക് ഇല്ല. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു സ്ഥലത്ത് തീരുന്ന ലൈനല്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുന്ന എല്ലാ ഫീൽഡ് ലൈനുകളും പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ അകത്തേക്കുള്ള നെറ്റ് ഇൻഫ്ലക്സും പുറത്തേക്കുള്ള നെറ്റ് ഔട്ട് ഫ്ലക്സും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് മാഗ്നറ്റിസത്തിലെ ഗോസ് തിയറം എങ്ങനെയായിരിക്കും പറയുക? ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0 ഓൾവേസ്, ബിക്കോസ് ഓൾവേസ് ദ നെറ്റ് ഇൻഫ്ലക്സ് ആൻഡ് ദ നെറ്റ് ഔട്ട് ഫ്ലക്സ് ആർ ഈക്വൽ. ഇനി മാഗ്നറ്റിക് ഫ്ലക്സിന് നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫ്ലക്സിന് പറയുന്ന അതേ ഇക്വേഷൻ ബി എന്ന് എഴുതിയാൽ മതി. അവിടെ നമ്മൾ ഇ എന്നായിരുന്നു എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. ഈ ഇക്വേഷൻ എപ്പോഴും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ മെറ്റൽസിൻ്റെ മാഗ്നറ്റിസത്തെക്കുറിച്ച് പഠിക്കണം എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വസ്തുവിനെ മാഗ്നറ്റാക്കി മാറ്റണം എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? ആ വസ്തുവിനെ ഈ സോളിനോയിഡിനകത്ത് വയ്ക്കും. എന്നുവെച്ചാൽ ഒരു സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വയ്ക്കും. അപ്പം ആ വസ്തുവിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ വസ്തുക്കളെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, ആ വസ്തുവിനെ ഒരു സോളിനോയിഡിനകത്ത് വയ്ക്കും. ഇങ്ങനെ ഒരു സോളിനോയിഡ്, ആ സോളിനോയിഡിനകത്തോടെ നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ അതിനകത്ത് ഉദാഹരണത്തിന് ഈ ഡയറക്ഷനിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് സങ്കല്പിക്കുക. ഇതിനകത്താണ് ഉണ്ടാവുക മാഗ്നറ്റിക് ഫീൽഡ്. സോ ബി ഈസ് ഈക്വൽ ടു μ0 ni എന്നാണ് എഴുതേണ്ടത്. ഇതിനകത്ത് എയർ ആണെങ്കിൽ. അതിനകത്ത് ഒരു കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതുക, മ്യൂ ആ മീഡിയം ഇൻറ്റു ni എന്നാണ് ഇക്വേഷൻ വരേണ്ടത്. മ്യൂ മീഡിയത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക, മ്യൂ ആണ് സാധാരണ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനെ മ്യൂ മീഡിയം ഡിവൈഡഡ് ബൈ μ0 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യും. ഇതല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് ദാറ്റ് ഈസ് μ0 μr ni എന്നാണ് എഴുതുക. ഇനി ഒരു കാര്യം അറിയേണ്ടത്, സാധാരണഗതിയിൽ നിങ്ങളിതിനകത്ത് മാറ്റം വരുത്തുന്നത് കറണ്ടിലാണ് മാറ്റം വരുത്താൻ കഴിയുക. അതുകൊണ്ട് ഈ ni എന്ന കാര്യത്തെ നമ്മൾ h എന്നാണ് സൂചിപ്പിക്കുക. സോ യൂഷ്വലി ദിസ് ഈസ് μ0 μr ഇൻറ്റു h. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. കാരണം ഇതിനകത്തുള്ള ആ ഫീൽഡാണ് ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു മെറ്റീരിയൽ വെക്കുകയാണെന്നിരിക്കട്ടെ. ഇതിനകത്തേക്ക് ഒരു മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ ഇതിനകത്ത് വെക്കുമ്പം അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻ യൂണിറ്റ് വോളിയം, ആ കാര്യത്തെ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്നാണ് വിളിക്കുക. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ? വിച്ച് ഈസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്ഡ് ഇൻ യൂണിറ്റ് വോളിയം. ഈ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫീൽഡ് അല്ലെ മാഗ്നറ്റൈസിങ് ഫീൽഡ്. സോ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു എച്ച്. ഇനി ഇതിനകത്ത് ഒരു വസ്തു ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് നമുക്കൊരു 3 വസ്തുക്കളെ സങ്കല്പിക്കാം. നിങ്ങൾ you imagine iron, you imagine aluminium and you also imagine copper. ഈ 3 വസ്തുക്കൾ ഇത് ശരിക്കും നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഫെറോ മാഗ്നറ്റിക്, നല്ല മാഗ്നറ്റിസം ഉണ്ടാകുന്ന വസ്തുക്കളാണ് അത്.
This is aluminum. Aluminum is paramagnetic and copper is diamagnetic. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബുക്കിലൊരു സെക്ഷൻ തന്നെയുണ്ട്. നിങ്ങൾ ആ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 വസ്തുക്കളിൽ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ വ്യത്യാസമുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം ഇത് മാഗ്നറ്റ് ആകുന്ന അളവ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എം ഈസ് ഈക്വൽ ടു സൈ ഇൻറ്റു എച്ച് എന്നാണ്. വെർ സൈ ഈസ് ദ സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് യു എ മെഷർ ഓഫ് ദ ഈസ് ഓഫ് മാഗ്നറ്റൈസേഷൻ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. സൈ വാല്യൂസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ സൈ വാല്യൂ ഈസ് വെരി ലാർജ് ആൻഡ് പോസിറ്റീവ് ആൻഡ് ലാർജ് ഫോർ അയൺ. ഒക്കെ വലിയ സംഖ്യ ആയിരിക്കും. ഒരു 8000 ഒക്കെ ഉണ്ടാവും. എന്നാൽ അലുമിനിയത്തിൻ്റെ ഒരു 1 ചെറിയ വാല്യൂ ആയിരിക്കും. അതായത് പോസിറ്റീവ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. ഓക്കെ. ഇനി കോപ്പറിൻ്റേത് നെഗറ്റീവ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് പറയാം. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അയണിൽ സംഭവിക്കുക അതിൻ്റെ ഡയറക്ഷനിലേക്ക് ഇത് നന്നായി മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. എന്നാൽ അലുമിനിയത്തിൽ സംഭവിക്കുക അത് ചെറുതായിട്ടേ മാഗ്നറ്റൈസ് ചെയ്യുള്ളൂ. കോപ്പറിൽ സംഭവിക്കുക അത് ചെറുതായിട്ടേ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുള്ളൂ, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. അതായത് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു മാഗ്നറ്റിസം ആരുടെ അടുത്തുണ്ടാവും? കോപ്പറിലുണ്ടാവും. അപ്പോൾ ആ കാര്യം സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയാണ്. ഇനി ഇങ്ങനെ ഒരു മാഗ്നറ്റിസം ഉണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് അത് ബി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആ അളവ് ഈസ് പ്രപ്പോർഷണൽ ടു എം ആയിരിക്കും. സോ ദാറ്റ് ബി ഈസ് ഈക്വൽ ടു μ0 ടൈംസ് എം ആയിരിക്കും. അതായത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പെർമിയബിലിറ്റിയുമായി ഈ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വസ്തു ഇതിനകത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ബി ഈസ് ഈക്വൽ ടു ഇതിനകത്ത് കറണ്ട് ഒഴുകുന്നത് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 H പ്ലസ് ഈ വസ്തു വെച്ചു. അപ്പോൾ μ0 M. സോ ദിസ് ഈസ് ഈക്വൽ ടു μ0 H പ്ലസ് μ0 ഇൻറ്റു എം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? സൈ ഇൻറ്റു എച്ച് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു μ0 H. പുറത്തെടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1 പ്ലസ് സൈ. അപ്പോൾ അകത്ത് ഒരു കോറായൊരു വസ്തു വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? μr ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈ എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ്. ഇനി μrൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ തയ്യാറാക്കാം. μr എന്ന് പറയുന്നത് μr കിട്ടാൻ വേണ്ടി സൈയുടെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ സൈയുടെ കൂടെ 1 കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ലാർജ് ആയിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാലോ പോസിറ്റീവ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും, സ്ലൈറ്റ്ലി മോർ ദാൻ 1. ഓക്കെ. ഇതെന്തായിരിക്കും? കോപ്പറിനെ പോലുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇറ്റ്സ് വെരി ക്ലോസ് ടു 0. ഇത് പോസിറ്റീവ് ആയിരിക്കും ബട്ട് വെരി സ്മോളും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടികളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ ഈ കാര്യങ്ങൾ നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ μr എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ പറയാം. അപ്പോൾ അത് കുറച്ചുകൂടെ എനിക്കത് മനസ്സിലാവും. ഈ μr എന്ന് പറയുന്ന റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ്. ഈ μr കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷ ഞാൻ പറയാം. ഒരു പിൻ ഇതിൻ്റെ മേലെ വയ്ക്കുക, കയ്യിൽ ഒരു മാഗ്നറ്റ് കയ്യിൽ കുട്ടികൾ കാണാണ്ട് പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറിന് മേലെയുള്ള പിന്നും ഇങ്ങനെ നീങ്ങും അല്ലേ? കാരണം പേപ്പറിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് കടന്നു വരുന്നത് കൊണ്ടാണ് അങ്ങനെ. എന്നാൽ നിങ്ങളിവിടെ വയ്ക്കുന്ന ഒരു അയണിൻ്റെ ഷീറ്റാന്നിരിക്കട്ടെ. ഈ അയണിൻ്റെ ഷീറ്റ് വെച്ചിട്ട് കയ്യിൽ മേലെ പിന്ന് വെച്ചിട്ട് അടിയിൽ മാഗ്നറ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈ നീക്കിയാൽ ഈ പിന്ന് നീങ്ങില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരുന്നില്ല. കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡിനെ
അതിൻ്റെ ഉള്ളിൽ തന്നെ ആവാഹിച്ച് വെക്കാനുള്ള ഒരു കഴിവ് അയണിനുണ്ട്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിനെ അതിനകത്തേക്കാക്കാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർമിയബിലിറ്റി കൂടുതലാണെങ്കിൽ ഇപ്പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരില്ല, ഇതിനകത്ത് തന്നെ ആയിപ്പോകും. എന്നാൽ അലുമിനിയം ആണെങ്കിലോ ചെറുതായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരും. ഇതാണ് ആ കാര്യങ്ങൾ. നിങ്ങളപ്പോൾ ഇതിനെ ഈ ടോപ്പിക്ക് നന്നായിട്ട് വായിച്ച് പഠിക്കണം. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മൈക്കിൾ ഫാരഡെ നടത്തിയ ചില എക്സ്പെരിമെൻറ്റുകളാണ്. നോക്ക്, അദ്ദേഹം ഉപയോഗിച്ചത് ഒരു കോയിൽ ഓഫ് വയർ ഇങ്ങനെ എടുത്തു, എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്ക് ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്തു. ഈ ഗാൽവനോമീറ്ററിൻ്റെ അടുത്തേക്ക് ഈ കോയിലിനടുത്തേക്ക് ഒരു മാഗ്നറ്റ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒന്നാമത് അദ്ദേഹം ഈ മാഗ്നറ്റിനെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു നോക്കി. അപ്പോൾ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കറണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഈ രണ്ട് വയറിൻ്റെ എഡ്ജസിനുള്ളിൽ അഗ്രങ്ങൾക്കുള്ളിൽ എന്തുണ്ടായി? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. രസകരമായ കാര്യം, മാഗ്നറ്റ് അങ്ങോട്ട് വലിക്കുമ്പോൾ ഒരു സൈഡിലേക്കായിരുന്നു ഡിഫ്ലക്ഷൻ എങ്കിൽ മാഗ്നറ്റ് ഉള്ളിലോട്ട് തള്ളുന്ന സമയത്ത് മറ്റേ ഭാഗത്തേക്കാണ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇത് ഒന്നാമത്തെ എക്സ്പെരിമെൻ്റാണ്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ മാഗ്നറ്റ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് കോയിൽ ഇങ്ങനെ പുറത്തേക്ക് മാറ്റുക. അപ്പോഴും ഇതേപോലെ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കണ്ടു. കോയിൽ അടുത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഡിഫ്ലക്ഷൻ കണ്ടു. ഇനി ഈ മാഗ്നറ്റും കോയിലും കൂടെ ഒരേപോലെ നീക്കുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ല. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൺക്ലൂഡ് ചെയ്തു. നമുക്ക് മനസ്സിലാവും, ഈ കോയിലിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കോയിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ സബ്മേർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഈ ഇ എം എഫ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് അതിലൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തെ അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അദ്ദേഹം എന്താ ചെയ്ത് നോക്കിയെന്നറിയോ? ഈ കോയിലിൻ്റെ എണ്ണം കൂട്ടി നോക്കി. കോയിലിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഡിഫ്ലക്ഷൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഈ ഗാൽവനോമീറ്ററിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൾബ് വെച്ചാലും മതി, അപ്പോൾ അത് തെളിയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കോയിലിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ബൾബ് തെളിയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ഓക്കെ, അല്ല ഇനി മാഗ്നറ്റ് ഒരു മാഗ്നറ്റും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക എന്നിരിക്കട്ടെ, ഇങ്ങനെ അപ്പോഴും കൂടുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഇ എം എഫിനെ നമ്മളതിനെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ അളവ് ഡി ഫൈക്ക് അനുസരിച്ചിട്ടാണ്. ഡി ഫൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ പെട്ടെന്ന് മാറ്റി തന്നിരിക്കട്ടെ, അതായത് കുറച്ച് സമയമേ എടുക്കുന്നുള്ളെങ്കിൽ ടൈം ഇൻ്റർവൽ, ചെറിയ സമയമാണ് എടുക്കുന്നതെങ്കിൽ മാഗ്നറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂടുതലാണ്. ഇവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1 ആണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി ആ കാര്യത്തെ മനസ്സിലാക്കി, ഡി ഫൈ ബൈ ഡി ടി. അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. ലോ പഠിക്കണം എല്ലാവരും, ഞാൻ പറയാം. whenever the magnetic flux linked with a coil changes, an EMF is induced in the coil which is equal to the rate of change of magnetic flux linked with that. പിന്നീട് നമ്മൾ ഈ ആശയം ഉപയോഗിച്ചിട്ട് വൈദ്യുതി പോലും ഉണ്ടാക്കാൻ തുടങ്ങി. അത്രയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഫാരഡേസ് ലോ. ഇനി നമുക്കറിയേണ്ടത്, ഇവിടെ ഒരു കോയിൽ വെച്ചിട്ട് അതിനടുത്ത ഒരു മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്? അപ്പോൾ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു എനർജി കിട്ടുന്നത്? അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് എതിരായിട്ടാണോ സംഭവിക്കുന്നത് എന്നതായിരുന്നു ആളുകളുടെ ഒരു സംശയം. അതിമനോഹരമായ ഒരു വിശദീകരണം ഇതിന് ലെൻസ് എന്ന ശാസ്ത്രജ്ഞനുണ്ടാക്കി. അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുക. ലെൻസ് എന്ന ശാസ്ത്രജ്ഞൻ്റെ വിശദീകരണം കേൾക്കുക. നിങ്ങൾക്ക് ഇതാണ് ഒരു കോയിൽ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതിലാണ് ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ
ഇവിടെ നിന്ന് ഉദാഹരണത്തിന് ഇതാണ് മാഗ്നറ്റ് എന്നിരിക്കട്ടെ, ദിസ് ഗ്രീൻ സൈഡ് ഈസ് ദ നോർത്ത് സൈഡ്. അപ്പോൾ ഇങ്ങനെ ഈ നോർത്ത് പോൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്തേക്ക്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് ഇരിക്കുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിനോട് ലിങ്ക്ഡ് ആയിട്ടുമുണ്ട്. ഇനി ഈ മാഗ്നറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ചിനെ ഈ സിസ്റ്റം ഒപ്പോസ് ചെയ്യും, എ കൈൻഡ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നോർത്ത് പോൾ അടുത്ത് വരുന്നത് ഈ കോയിൽ ഒപ്പോസ് ചെയ്യും. നോർത്ത് പോൾ അടുത്ത് വരുന്നത് ഇതിനെങ്ങനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുക? ഈ ഭാഗത്ത് ഒരു നോർത്ത് പോൾ ഉണ്ടാക്കും. അതെങ്ങനെയാണ് നോർത്ത് പോൾ ഉണ്ടാക്കുക? ഇതിലൂടെ ഒരു കറണ്ടിനെ കടത്തി വിട്ടിട്ടാണ് നോർത്ത് പോൾ ഉണ്ടാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കറണ്ട് കോയിൽ ഉണ്ടാക്കും. അതിൽ ഇലക്ട്രോണുകൾ അങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി ഇവിടെ ഒരു കറണ്ട് ഉണ്ടായി. നോർത്ത് പോൾ ഉണ്ടാകുമ്പം നിങ്ങൾ ഈ നോർത്ത് പോൾ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ആ നോർത്ത് പോൾ റിപ്പൾഷനെ ഓവർകം ചെയ്ത് വേണം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ചെയ്യുന്ന ആ വർക്കാണ് ഇവിടെ എനർജി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോർത്ത് പോളിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക എന്നിരിക്കട്ടെ. അപ്പോഴെന്താ സംഭവിക്കുക? അപ്പോഴും ചേഞ്ചാണ്. ഈ സിസ്റ്റം ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. എങ്ങനെ ഒപ്പോസ് ചെയ്യുക? ഈ നോർത്ത് പോള് അകന്ന് പോകുന്നത് തടസ്സപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോൾ ആവശ്യമാണ് അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സൗത്ത് പോൾ എങ്ങനെ ഉണ്ടാക്കുക? കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കടത്തിവിടും. ആശയം മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ടെടുക്കുമ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ഇങ്ങോട്ടെടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. അതാണ് ആ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ്റെ കാരണം. മനോഹരമായ എക്സ്പ്ലനേഷൻ ആണല്ലേ. അപ്പോൾ ലെൻസ് എന്താ പറയുന്നതെന്നറിയോ? ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ചേഞ്ച് ഓഫ് ഫ്ലക്സിൻ്റെ കാരണം എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ചേഞ്ച് ഓഫ് ഫ്ലക്സിൻ്റെ അളവ് നമുക്കറിയാം. വി ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു d∅/dt എന്ന് ഓൾറെഡി നമുക്ക് ഫാരഡേസ് ലോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അളവ് ഇതാണ്. ഇനി ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇതാണ് ലെൻസസ് ലോ. അപ്പോൾ ലെൻസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതി പഠിക്കണം. സോ ലെൻസസ് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ആ ലെൻസസ് ലോ ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു മൈനസ് ചിഹ്നം ചേർക്കും. എന്താ മൈനസ് ചിഹ്നത്തിൻ്റെ അർത്ഥം? ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ലെൻസസ് ലോ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? വി ഗെറ്റ് ഇറ്റ് ഫ്രം ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾ ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കോയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന് നമ്മളൊരു മനോഹരമായ വിശദീകരണം നൽകാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ നൽകിയത് അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് അനുസരിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇലക്ട്രോണുകളെ അവിടെ ഒഴുക്കാൻ കഴിയുന്നത് എന്നാണ്. ആ വിശദീകരണത്തിലേക്ക് എന്നാണ് നമ്മളിനി മാഗ്നറ്റിനടുത്തേക്ക് കോയിൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് അത് നമ്മൾ പറയുന്നു. അപ്പം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലം എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവിടെ ഒരു കണ്ടക്റ്റിംഗ് പീസ് സങ്കല്പിക്കുക. ഇത് നമ്മൾ മൂവ് ചെയ്യിച്ച കോയിലിൻ്റെ ഒരു കഷ്ണമാണ്. ആ കോയിലിനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നു v എന്ന വെലോസിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിലെ എല്ലാ ഫ്രീ ഇലക്ട്രോണുകളും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യല്ലേ. അപ്പോൾ അതിൻ്റെ മേൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാകുമല്ലോ അല്ലേ. എന്താ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ എന്നാണ്. പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ ആ സൈൻ തീറ്റയിലെ തീറ്റ 90 ആയിരിക്കും, സൈൻ 91 ആണല്ലോ. അപ്പോൾ ഇത്രയും ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നോക്കുക. നമ്മൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത് പോസിറ്റീവ് പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷനാണ്. അതായത് ഇങ്ങനെ നിങ്ങൾ കൈവച്ച് പഠിക്കണം. ഇത് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോസിറ്റീവ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് താഴേക്കായിരിക്കും. ഇനി നെഗറ്റീവ് പാർട്ടിക്കിളിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ആയിരിക്കും.
അതായത് ഇവിടെ നിങ്ങളൊരു ഇലക്ട്രോണിനെ സങ്കല്പിച്ചാൽ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ആ ഇലക്ട്രോണുകൾ ഈ ഭാഗത്തേക്ക് പുഷ് ചെയ്യപ്പെടും, ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്യപ്പെടും. മീൻസ് ദിസ് സൈഡ് വിൽ ബിക്കം നെഗറ്റീവ് ആൻഡ് ദിസ് സൈഡ് വിൽ ബിക്കം പോസിറ്റീവ്. അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഈ വയറ് ഇങ്ങനെ നടുക്ക ഒരു സെല്ല് കണക്ട് ചെയ്തതിന് തുല്യമാകും. എന്തായിരിക്കും? ഈ സൈഡ് നെഗറ്റീവും ഈ സൈഡ് പോസിറ്റീവുമായ ഒരു സെല്ല് അതിനകത്ത് കണക്ട് ചെയ്തതിന് തുല്യമാകും. അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ചാർജ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ നീളം L എന്നെടുക്കുകയാണെങ്കിൽ Q എന്ന ചാർജ് ആണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തതെന്ന് ഇരിക്കട്ടെ ഒരു സൈഡിലേക്ക്. അങ്ങനെയാണെങ്കിൽ ചാർജ് L ഡിസ്റ്റൻസിലേക്ക് മാറി, ഡിസ്പ്ലേസ്ഡായി. അപ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് എത്രയായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? സോ QVB ഇൻറ്റു L ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക? V ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ ഓർക്കുന്നില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point ടു ദി അതർ എന്നാണ്. അതായത് ഈ ചാർജ് 1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? VBL അല്ലെങ്കിൽ BLV എന്നെഴുതാം. ഇതാണ് അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. ഇത്രയും ഇൻഡ്യൂസ്ഡ് EMF ഒരു മൂവ് ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന EMF ആണ്. അതുകൊണ്ട് ഈ EMFനെ നമ്മൾ മോഷണൽ EMF എന്നാണ് പറയുക. എന്താണ്? മോഷണൽ EMF. സോ മോഷണൽ EMF ഈസ് ദ EMF ഡെവലപ്ഡ് ഓൺ എ കണ്ടക്ടർ or it is the induced EMF developed on a conductor when it moves through a magnetic field with velocity v. അപ്പോൾ ഇത് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ആണ് ചാർജ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അവളുടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമെന്നാണ് നമ്മളുടെ സങ്കല്പം. ആ ഇലക്ട്രിക് ഫീൽഡാണ് ചാർജുകളെ മൂവ് ചെയ്യിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് ചർച്ച കൊണ്ടുപോകുന്നില്ല, കാരണം അത് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്താണെങ്കിലും ഈ മോഷണൽ EMF ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓർത്തിരിക്കണം. ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായി പഠിക്കുന്നതിനും മനസ്സിലാകുന്നതിനും വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാൻ പോവുകയാണ്. ഇത്രയും സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉള്ളിലോട്ടാണ്. അവിടെ ഞാൻ ഇങ്ങനെ ഒരു കോപ്പർ വയർ വെച്ചു, ഒരു ചെറിയ ബൾബും അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഇത്രയും മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിനോടനുബന്ധിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ അങ്ങോട്ട് നീക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂവിങ് കണ്ടക്ടറിന് എക്സാമ്പിൾ ആവും. ഇങ്ങനെ അങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ഈ കോയിലിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണ്. എങ്ങോട്ടുള്ള ഫ്ലക്സാണ് ചേഞ്ച് ചെയ്യുന്നത്? അങ്ങോട്ടുള്ള ഇൻറ്റു ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, കാരണം ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ട്. ശ്രദ്ധിക്കണേ, ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുകയുള്ളൂ. ഇനി ആ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ലെൻസസ് ലോ അനുസരിച്ചിട്ടാണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവർ സംഭവിക്കുക? ഇവിടെ ചേഞ്ച് ഓഫ് ഫ്ലക്സ് അങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിലിലൂടെ കറണ്ട് കടത്തിവിട്ട് ഇങ്ങോട്ട് നിങ്ങളുടെ നേരെ ഫ്ലക്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ നേരെ ഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓർക്കുക. നിങ്ങളുടെ നേരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ കറണ്ട് ഇങ്ങനെ കടന്നു പോകണം. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകും. ഇങ്ങനെയായിരിക്കും കറണ്ട് ഒഴുകുക അങ്ങോട്ട് കയറുമ്പോൾ. ഓക്കെ, അപ്പോൾ ബൾബ് തെളിയും. അതായത് ഈ പീസ് ഓഫ് വയർ ഒരു സെല്ല് പോലെ ബിഹേവ് ചെയ്യും ഇങ്ങനെ അല്ലേ? ഇനി ഈ പീസ് ഓഫ് വയർ പൂർണ്ണമായി ഇതിനകത്തായി എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ആയി, അതായത് മൂവ് ചെയ്യിച്ചിട്ട് ഈ എൻഡും കൂടി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബൾബ് തെളിയില്ല. ഇവിടുന്ന് ബൾബ് ഇങ്ങനെ തെളിയും. അകത്ത് കയറിയ പിന്നെ ബൾബ് തെളിയില്ല. എന്താ കാരണം? കാരണം ഈ കോയിലിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സിൽ പിന്നെ ചേഞ്ച് ഉണ്ടാകുന്നില്ല.
അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഭാഗം ഇതേപോലെ സെല്ലായിട്ട് ബിഹേവ് ചെയ്യും, ഈ ഭാഗവും സെല്ലായിട്ട് ബിഹേവ് ചെയ്യും. കണ്ടോ, ഇത് അന്യോന്യം ഒപ്പോസിങ് ആയിട്ടാണ് ഈ സെല്ലുകൾ വരുന്നത്. അപ്പോൾ അത് തെളിയില്ല. അപ്പോൾ രണ്ട് ഭാഗത്തും മോഷണൽ EMF ഉണ്ടാകുന്നുണ്ട്, ബട്ട് ദ ബാലൻസ് ആൻഡ് ഹെൻസ് ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. ഓക്കെ, ദർ ഈസ് നോ നെറ്റ് EMF. ഇനി ബൾബ് തെളിയണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇതിന് ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് എപ്പോഴൊക്കെയാണ് തെളിയുക? ഇത് പൂർണ്ണമായ അകത്ത് കയറുന്നേടം വരെ തെളിയും. അകത്ത് കയറിയാൽ പിന്നെ തെളിയില്ല. ഇനി തെളിയുന്ന എപ്പോഴായിരിക്കും? ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരില്ലേ, അപ്പോൾ തെളിയും. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു കോയിലിൽ, അത് കുറഞ്ഞു വരികയാണ്. അങ്ങോട്ട് പോകുമല്ലേ, കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ കോയിൽ കറണ്ട് ഒഴുക്കും. സോ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻ ടു ദ പേപ്പർ ഓർ ഇൻ ടു ദ ബോർഡ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കറണ്ട് ഒഴുകുക. നോക്കിക്കേ, ഇതായിരിക്കും കറണ്ട് ഒഴുകുന്നതിൻ്റെ ഡയറക്ഷൻ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കണ്ടോ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും ഒഴുകുക. ഇത് ലെൻസസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ബൾബ് തെളിയും. ദിസ് ഈസ് ഓൾസോ എ ഗ്ലോവിങ് ബൾബ്. ഓക്കെ, ഇൻസൈഡ് ഇറ്റ് വിൽ നോട്ട് ഗ്ലോ. അതെന്തുകൊണ്ടാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നല്ല എക്സാമ്പിൾ അല്ലേ അത്? നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ടെസ്റ്റിലും ഇതിൻ്റെ എക്സാമ്പിൾസ്, ഇത് സൂചിപ്പിക്കുന്ന എക്സാമ്പിൾസ് ഉണ്ട്, അതും ചെയ്ത് പഠിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് സിറ്റുവേഷനാണ്. അതിങ്ങനെയാണ്. ഈ എക്സ്പെരിമെൻ്റ് ശരിക്കും ഫുക്കോൾട്ട് എന്ന ശാസ്ത്രജ്ഞൻ ചെയ്തതാണ്. ഇങ്ങനെ നിങ്ങളൊരു വലിയ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സങ്കല്പിക്കുക. ഇത് രണ്ട് മാഗ്നറ്റുകളാണ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. എന്നിട്ട് അപ്പോൾ നിങ്ങൾ വലിയ രണ്ട് മാഗ്നറ്റ്സ് ഇമാജിൻ ചെയ്യുക. അതിനകത്തേക്ക് ഒരു സിമ്പിൾ പെൻഡുലം പോലെ ഒരു വലിയ അലുമിനിയം ബ്ലോക്ക്, ഇത് വലിയൊരു അലുമിനിയത്തിൻ്റെ പീസാണ്, ഇങ്ങനെ കെട്ടിയിട്ടേക്കുക. നിങ്ങളിവിടെ നിന്ന് ഇത് കാണുകയാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ അലുമിനിയം പീസിന് ഇതിനകത്തോടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുക. ഇത് 3 ഡയമെൻഷനാണ് ശരിക്കും വരയ്ക്കേണ്ടത്. എനിക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഈ അലുമിനിയത്തിൻ്റെ ബ്ലോക്ക് ഇതിനകത്തോടെ ഓസിലേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഏതാണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഇൻ ടു ദി സൗത്ത് സൈഡ്. ഓക്കെ, അപ്പോൾ അതിനകത്തോടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയോ, ഈ മാഗ്നറ്റ് ഇവിടെ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച സിമ്പിൾ പെൻഡുലം പോലെ. മാഗ്നറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഇതിനകത്തേക്ക് കയറും പെട്ടെന്ന് സ്ലോ ആയി പോകും. മാക്സിമം 2 അല്ലെങ്കിൽ 3 ഓസിലേഷൻ നടത്താനേ ഇതിന് പറ്റുള്ളൂ. സാധാരണ ഇതിൽ കുറേ നേരം ഓസിലേറ്റ് ചെയ്യുന്നതല്ലേ, ഇവിടെ അങ്ങനെ പറ്റില്ല. എന്തായിരിക്കും കാരണം നോക്കുക. ഇതിങ്ങനെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ദിസ് ഈസ് എ മെറ്റൽ ബ്ലോക്ക്, കണ്ടക്റ്റിംഗ് മെറ്റൽ ബ്ലോക്ക്. അലുമിനിയം എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് കയറുന്ന സമയത്ത് ഒരു ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ചേഞ്ച് ഓഫ് ഫീൽഡ് ഉണ്ടായാൽ ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒക്കെ ഉണ്ടാവും. ഈ ബ്ലോക്കിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ എഡീസ് ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാവുക. കാരണം ഇവിടെ ഇങ്ങോട്ടാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പം ഇങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ഇവിടെ ഈ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവുക. ഇനി അത് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനെ അങ്ങോട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുക. ആ എഡീസിൻ്റെ ഷേപ്പിൽ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഈ കറണ്ടിനെ എഡ്ഡി കറണ്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്ഡി കറണ്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഓൺ എ കണ്ടക്റ്റിംഗ് ബ്ലോക്ക് ഹെൽഡ് ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതുപോലെയാണ് സംഭവം. അപ്പോൾ ഇതാണ് അലുമിനിയത്തിൻ്റെ ബ്ലോക്ക് എന്നിരിക്കട്ടെ. ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം. ഓക്കെ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറണ്ട് ഉണ്ടാവും. ഈ ഭാഗത്താണ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ, ഇത്രയും സ്ഥലം കറണ്ടിന് ഉണ്ടാവാൻ കിട്ടുന്നതുകൊണ്ടാണ് ഇത്ര അധികം കറണ്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് ഇതിനെ സ്ലൈസ് ചെയ്യും. ആ സ്ലൈസ് ചെയ്തിട്ട് വാർണിഷിൽ മുക്കി ഇങ്ങനെ തന്നെ വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പീസുകളായിട്ട് മാറിപ്പോവും. ഓക്കെ, ഇതിന് നമ്മൾ ലാമിനേഷൻസ് എന്നാണ് പറയുക. സോ ഇഫ് യു ആർ മേക്കിംഗ് ലാമിനേഷൻസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ കുറച്ച് ലാമിനേഷൻസ് ഞാനിവിടെ ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെയാണെങ്കിൽ ചെറിയ സ്ഥലം കറണ്ടിന് ഉണ്ടാവാനായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ എഡ്ഡി കറണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും ബൈ ലാമിനേറ്റിംഗ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന വസ്തു വേഗത്തിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കുമ്പോൾ നിന്നു പോകുന്നതാണ് സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഉപയോഗമുള്ളതാണ്.
അപ്പോൾ ഈ ട്രെയിനൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മെറ്റാലിക് ആയ ടയറിലേക്ക് ആ ചക്രങ്ങളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നിന്നു പോകും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിങ്ങിന് ഇത് ഉപയോഗിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്ങിന് എന്തെങ്കിലും സാധനം കറങ്ങുന്ന സാധനത്തെ വേഗം നിർത്താൻ വേണ്ടിയിട്ട് ഈ സംവിധാനം ഉപയോഗിക്കാം. പിന്നെ ഇതിനെ ബലമായിട്ട് നിങ്ങളിങ്ങനെ കറക്കിക്കഴിഞ്ഞ് ഈ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഒഴുകുന്നതുകൊണ്ട് ഇത് ചൂടാകും. അപ്പോൾ അങ്ങനെ മെറ്റൽസ് സെലക്റ്റീവായിട്ട് ഉരുക്കിയെടുക്കാനൊക്കെ, അതായത് ഇൻഡക്ഷൻ ഫർണസിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനോടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കണേ, നിങ്ങൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ വയ്ക്കുക. സോ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹിയർ, നോർത്ത് സൗത്ത്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനകത്തേക്ക് ഒരു കോയിൽ ഓഫ് വയർ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഒരു കോയിൽ ഓഫ് വയർ വയ്ക്കുക. അപ്പോൾ ആ കോയിലിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് φB എന്ന് പറയുന്നത് എന്തായിരിക്കും? BA cos φ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങളിതിനെ കറക്കുക എന്നിരിക്കട്ടെ, ഇവിടെ അതിനകത്ത് വെച്ച് കറക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫൈയെ നമുക്ക് ഒരേ കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയിൽ കറക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻസ് ഫൈ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഓക്കെ, ഇനി ഇതിന് n ടേൺസ് ഉണ്ടെന്നും കൂടെ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഇവിടെ ഒരു എന്നും കൂടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കറക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമല്ലോ. സോ വി ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു മൈനസ് dφ/dt ഈസ് ഈക്വൽ ടു, ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? dφ/dt കണ്ടുപിടിച്ചാൽ മൈനസ് BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ മൈനസ് ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മൈനസും ക്യാൻസലായി പോവും. അപ്പോൾ കിട്ടുന്ന ഈ ഇൻഡ്യൂസ്ഡ് EMFനെ ഞാൻ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. BAN ഒമേഗ സൈൻ ഒമേഗയ്ക്ക് നമുക്ക് 2πf എന്ന് കൊടുക്കാം ഇൻറ്റു ടി. ഇതിനെ നമ്മൾ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയും ഇവിടെയുമായിട്ട് ഈ EMF കിട്ടിക്കൊണ്ടിരിക്കും. ഇനി രസകരമായ കാര്യം, ഇതിനകത്ത് നിങ്ങൾ കണ്ടില്ലേ, ആ ഫ്ലക്സ് കോസ് തീറ്റയ്ക്ക് അനുസരിച്ച് മാറുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന EMF ഒരു സൈൻ ഫങ്ഷൻ ആയിരിക്കും. ഇത് മാക്സിമം വാല്യൂ ആയ ഒരു സൈൻ ഫങ്ഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു EMF എന്നാണ് നമ്മൾ വിളിക്കുക. അതുകൊണ്ട് E ഈസ് ഈക്വൽ ടു BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്ന ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു EMF ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക. അതിന് നിങ്ങൾക്ക് ഇവിടെ സ്ലിപ്പ് റിങ്സ് വെച്ചിട്ട് ടാപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ EMF ഈ രീതിയിലുള്ളതായിരിക്കും. ഇതെന്താ ഉപകരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് EMF കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഉപകരണം ഏതാണ്? AC ജനറേറ്ററാണ്. കാരണം ഇവിടുത്തെ AC എന്ന് വിളിക്കാൻ കാരണം എന്താ? കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ കറണ്ടിൻ്റെ അളവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈൻ ഫങ്ഷൻ പോലെ ആയിരിക്കും. അതായത് കറണ്ടിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ മാറുന്ന ഒരു കറണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ BAN ഒമേഗ ആയിരിക്കും. ഇത് വിയും ഇത് ടിയുമായിട്ട് എടുക്കുകയാണെങ്കിൽ BAN ഒമേഗ ഇത് മാക്സിമം വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കറണ്ടിൻ്റെ ഇക്വേഷനെ ഇങ്ങനെയും എഴുതാറുണ്ട്. E ഈസ് ഈക്വൽ ടു E0, അതായത് മാക്സിമം വാല്യൂ E0 സൈൻ ഒമേഗ ടി. ഈ ഇക്വേഷനിലുള്ള ഒരു കറണ്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ കോയിലിനെ കറക്കിയാണ് നമ്മൾ പവർ സ്റ്റേഷനിലെല്ലാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് KSEB നമുക്ക് എത്തിച്ചു തരുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്ലഗിൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ളതാണ്. ഇവിടെ 2πfലെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം വെച്ച് ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്. ഇതും പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇവിടെ നമ്മൾ 2 ചാപ്റ്ററുകളെ ക്ലബ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ആദ്യത്തെ ചാപ്റ്ററുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനത്തെ ചാപ്റ്ററുകളെ ക്ലബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടോപ്പിക്ക് പോലും വിടാതെ മുഴുവനായിട്ടും പഠിക്കണം. വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും ചെയ്ത് പഠിക്കണം. കുറച്ച് പേർക്ക് നമ്മളോട് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്നാണ്. ബിലീവ് മീ, യു വിൽ ഗെറ്റ് ദ ഫുൾ സ്കോർ.
ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇത് കാണാതെ പഠിക്കുകയല്ല, മനസ്സിലാക്കി ശ്രദ്ധിച്ച് കാണാതെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.